ഹായ്, ഞാൻ നിങ്ങളെ ഏർക്കാട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ തമിഴ്നാട് സേലത്തെ ഗോരിമേട് എന്ന സ്ഥലത്താണുള്ളത്. ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വഴികളാണുള്ളത്. വളവണ്ടി കുപ്പന്നൂർ വഴിയും പിന്നെ അടിവാരം വഴിയും. ഞാനിപ്പം അടിവാരം വഴിയാണ് ചുരം കയറാൻ പോകുന്നത്. അവിടെ 20 ഹെയർ പിൻ ബെൻഡുകളാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് കൃത്യം 25 കിലോമീറ്റർ ആണ് അവിടേക്കുള്ള ദൂരം. ആ കാണുന്നതാണ് ഏർക്കാട് ഹിൽസ്. നമുക്ക് അവിടേക്ക് പോവാം. ശ്രീജിത്ത് ബ്രോയുടെ ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. പുള്ളി കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എവിടെ പോകാൻ വിളിച്ചാലും പുള്ളി കൃത്യസമയത്ത് തന്നെ ഹാജരാകും. ഇന്ന് തീയതി 2025 മാർച്ച് 16 ഞായറാഴ്ചയാണ്. സമയം രാവിലെ 10:30 മണി. ഞങ്ങളിത് അടിവാരത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടിവാരം പിന്നിട്ട് ഒന്നാമത്തെ ഹെയർ പിൻ ബെൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചുരം കയറാൻ പോകുന്നത്. ഇതാണ് ഏർക്കാടിലേക്കുള്ള ഒന്നാമത്തെ ഹെയർ പിൻ ബെൻഡ്. ഓക്കെ, ഒന്നാമത്തെ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഹെയർ പിൻ ബെൻഡുകൾ വരുന്നത്. അതായത് ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അടുത്ത മലയിൽ എത്താനായിട്ട്. രണ്ടാമത്തെ ഹെയർ പിൻ തൊട്ട് പിന്നെ അടുത്തടുത്താണ് മറ്റ് ഹെയർ പിൻ ബെൻഡുകൾ വരുന്നത്. ഏർക്കാട് എന്ന് പറയുന്നത് ഒരുപാട് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. രണ്ട് സൈഡിലും തേയിലത്തോട്ടം, കുരുമുളക് കൃഷി, ഏലം, ഓറഞ്ചിൻ്റെ കൃഷികളുണ്ട്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതിൻ്റെ കൃഷി കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. 1200 രൂപ മുതൽ മേൽപോട്ടുണ്ട്. പിന്നെ ഒരു ബെഡിന് പെർ ഹെഡ് 250 രൂപയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അത്ര സേഫ്റ്റി ഉണ്ടാവില്ല. നമ്മൾ ഈ 20 ഹെയർ പിൻ ബെൻഡുകൾ കയറിയിട്ട് ആദ്യം എത്തുന്ന ഏർക്കാട് ടൗൺ ആണ്. നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിലും തിരിച്ച് ആ ടൗണിൽ എത്തിയിട്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള സെൻറ്റർ എന്ന് പറയുന്നത് ആ ടൗൺ ആണ്. ഇവിടുത്തെ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ 4 ഹെയർ പിൻ ബെൻഡ് എത്തുന്നേ ഉള്ളൂ. പോണ വഴിക്ക് ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പോണ വഴിക്ക് പോലീസ് മാമാർ ഇപ്പോൾ ഉണ്ട്. പൊല്യൂഷൻ അടക്കം എല്ലാ പേപ്പറും കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഉഗ്രം പെറ്റിയടിച്ച് കൈ തരും. അങ്ങനെ നമ്മൾ 20 ഹെയർ പിൻ ബെൻഡുകൾ കയറി ഏർക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഏർക്കാട് ജംഗ്ഷൻ. ഇവിടെ ഒരുപാട് കടകൾ നിങ്ങൾക്ക് കാണാം. ഏർക്കാടിലെ ബജി ഐറ്റംസ് നല്ല ഫേമസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് മുട്ട ബജി എന്ന് പറയുന്നത്. അത് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ചായക്കടയിൽ കയറി. ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ബജി ഐറ്റം ട്രൈ ചെയ്തു. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, പറഞ്ഞ പോലെ തന്നെ. ഏർക്കാട് ടൗൺ കഴിഞ്ഞിട്ട് വലത്തോട്ട് ഇങ്ങൊരു വഴി കിടപ്പുണ്ട്. ഇതിലേ പോയാൽ നമുക്ക് ബോട്ടിങ്ങിൻ്റെ സൈറ്റിലെത്താം. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 20 രൂപയാണ് ചാർജ്. ഹോഴ്സ് റൈഡിങ്ങിനുള്ള കുതിരകളാണ് ഈ കാണുന്നത്. പുഷ്ടിയില്ലാത്ത കുതിരകളാണ് കേട്ടോ. കുതിരകളുടെ ആരോഗ്യ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഇവർ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. പോണ വഴിക്ക് നമുക്ക് ഇതുപോലുള്ള കുറേ കടകൾ കാണാം. ഇതാണ് ബോട്ട് ഹൗസ്. ബോട്ടിങ്ങിനുള്ള ചാർജൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ പാർക്കിൽ എൻട്രി ഫീസ് 20 രൂപയാണ്. 20 കൊടുത്താൽ നമുക്ക് ഈ പാർക്കിൽ കയറാം. ഈ പാർക്കിലേക്ക് പോകുന്നതിൻ്റെ പാലത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏർക്കാട് ലേക്ക് കാണാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം. അതിൻ്റെ റേറ്റൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. അതൊക്കെയാണ് എൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ പാർക്കിലേക്ക് കയറാൻ പോവുകയാണ്. പാർക്കിൽ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേക്കും അവിടുത്തെ ബോട്ടിംഗ് ഒക്കെ നന്നായിട്ട് കാണാം. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ജംഗ്ഷനിലേക്ക് വന്നു. ഇനി നമ്മൾ പോകാൻ പോണത് ലേഡീസ് സീറ്റിലേക്കാണ്. ടൗണിൽ നിന്നൊരു 200 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ട്രാഫിക് റൗണ്ട് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മറ്റ് റോഡുകളിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് ലേഡീസ് സീറ്റിലേക്ക് പോണ വഴി. പോകുമ്പോഴത്തേക്ക് വലേ സൈഡിലായിട്ടൊരു പാർക്കുണ്ട്. അവിടെ പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ലേഡീസ് സീറ്റ് എത്തുന്നതിന് മുമ്പ് ഒരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പടം വരയ്ക്കുന്നതിന് 300 രൂപയാണ് ചാർജ് ഈടാക്കുന്ന പുള്ളി. ഈ കാണുന്നതാണ് ലേഡീസ് സീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമല്ല, ഫ്രീ ആണ്. തൊട്ടടുത്ത് ഒരു ടെലിസ്കോപ്പ് വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ കയറി കാണുന്നതിന് 10 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്.
ഇത് ലേഡി സീറ്റിൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സേലം സിറ്റി മൊത്തം നമുക്ക് കാണാം. ലേഡീസ് സീറ്റിന് അടുത്തായിട്ട് ഒരു ഹെറിറ്റേജ് ഗാർഡൻ ഉണ്ട്. ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് അവർ എൻട്രി ഫീസ് ഈടാക്കുന്നത്. അതിനടുത്ത് തന്നെ റോസ് ഗാർഡൻ ഉണ്ട്, അവിടെ എൻട്രി ഫീസ് ഉണ്ട്. ലേഡീസ് സീറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും ഏർക്കാട് ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏർക്കാടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. മോൺഫോർട്ട് എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ. അതായത് ഇവിടെയാണ് നമ്മുടെ ആക്ടർ വിക്രം, പിന്നെ ശശി തരൂർ MP ഒക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. അതായത് ഏർക്കാടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു സ്കൂളാണ് കേട്ടോ. സ്കൂളിൻ്റെ ഫ്രണ്ടേജ് നമ്മളൊരു അണ്ണനെ പരിചയപ്പെട്ടു കേട്ടോ. പുള്ളി ബൈക്കിൽ കൊണ്ടുകിടന്ന് കച്ചവടം ചെയ്യുന്നത് ചോളവും മരച്ചീനിയാണ്. നമ്മളെ കപ്പയില്ലേ, ഈ 2 സാധനങ്ങളാണ്. പുള്ളി പറഞ്ഞത് ഈ മരച്ചീനി നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ കൊള്ളാമെന്നാണ്. അത് ഓരോ പീസ് നമുക്ക് വെട്ടി തന്നു. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഒരു മനുഷ്യൻ കേട്ടോ. നമ്മൾ യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. ഇനി നമ്മൾ പോകാൻ പോണത് കിളിയൂർ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. പോണ വഴിക്ക് ഇതുപോലത്തെ പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. പോണ റൂട്ട് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകളാണ് കേട്ടോ. നല്ല രസം ഇതുവഴി റൈഡ് ചെയ്യാൻ. ഏർക്കാട് ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, ഈ കിളിയൂർ വാട്ടർഫാൾസിലേക്കുള്ള. അതിൽ 2.5 കിലോമീറ്റർ നമുക്ക് ബൈക്കിൽ വരാം. പിന്നെയുള്ള 500 മീറ്റർ നടന്നു പോകാനേ നിവർത്തിയുള്ളൂ. കുറേ നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റെപ്പുകൾ തുടങ്ങിയാണ് കേട്ടോ. ഒരു 100-300 കുത്തനെയുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇതെല്ലാം ഇറങ്ങി വേണം നമുക്ക് ആ വാട്ടർഫാൾസിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. ചില സ്ഥലങ്ങളിൽ സ്റ്റെപ്പ് ഇതുപോലെ തുരുമ്പിച്ചൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇറങ്ങണം. അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ശ്രീജിത്ത് ബ്രോ നല്ല തുള്ളിച്ചാടിയൊക്കെയാണ് പോയത്. ഈ കടയുടെ പ്രാധാന്യം നമുക്ക് ഇപ്പം മനസ്സിലാവത്തില്ല, തിരിച്ചു വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ അവസാനം വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം വേനലായതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ വാട്ടർഫാൾസൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. നല്ല സ്റ്റാമിന ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് നമുക്ക് ഈ സ്റ്റെപ്പ് തിരിച്ച് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ മുകളിലെത്തി. അങ്ങോട്ട് തുള്ളിച്ചാടി പോയ ആൾ വരുന്ന വരവ് കണ്ട. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഏർക്കാട് ജംഗ്ഷനിലെത്തി. ഇവിടെ ഒരു ലൂപ്പ് റോഡ് ഉണ്ട് കേട്ടോ. ലൂപ്പ് റോഡ് എന്ന് പറയുന്നത് 32 കിലോമീറ്ററാണ് ആ റോഡ്. ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഏർക്കാട് മല മൊത്തം ചുറ്റി വരാം. ഇപ്പോൾ ഇവിടെ തിരക്കിയപ്പോഴത്തേക്ക് 15 കിലോമീറ്റർ അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ റൂട്ട് ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ കരടിയൂർ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കാണാം. ഏർക്കാട് എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കാണാനുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഏതാണ്ട് 2:30-3 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങുകയാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഏർക്കാടിൻ്റെ കവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. മസ്റ്റ് വാച്ചാണ്. നല്ലൊരു സൈറ്റാണ് കേട്ടോ. നിങ്ങൾ മലയാളികൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സൈറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.